ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വ്ലോഗ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നൊരു സ്പെഷ്യൽ ഹിസ്റ്റോറിക്കൽ വണ്ടിയാണ്. നിങ്ങളിപ്പോൾ കണ്ടു കാണുമായിരിക്കുമല്ലോ തമ്പനയിൽ. ബീറ്റൽ 1961 മുതലുള്ള മോഡലുകൾ അവിടെ കാണാം. ഒരു 8, 10, 12 വണ്ടികൾ അവിടെ കാണാം. എല്ലാം നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് ആർമി ഉള്ളവർ, കുറച്ച് പ്രായമുള്ളവർ. ഞാൻ മീറ്റ് ചെയ്ത ഒരാൾ പറഞ്ഞത് പുള്ളി 20 വർഷമായി പുള്ളിയുടെ കയ്യിലിരിക്കുന്ന ഈ വണ്ടി. ഇത് ഇൻഡിപെൻഡൻസ് ഡേക്ക് അവിടെ ഒരു വലിയ റാലി ഉണ്ടായിരുന്നു. അപ്പം പുള്ളി എന്നെ അങ്ങോട്ട് ഡയറക്റ്റ് വിളിച്ചു. ബ്രിഗേഡ് റോഡിലാണ്, ലെവൽ റോഡിൽ, റോട്ടറി ക്ലബിൻ്റെ വക. അവിടെയാണ് ഞങ്ങൾ പോയത്. അപ്പം ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. അങ്ങനെ നമ്മൾ യാത്ര അങ്ങനെ തുടർന്നു. ഇത് ബ്രിഗേഡ് റോഡാണ്. കണ്ടോ, ഇത് ഇവിടെ ഒരു കോവിഡ് വന്ന ഒരു സിറ്റുവേഷൻ കാണുന്നേ ഇല്ല. നല്ല തിരക്കുണ്ട്. ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഭയങ്കര തിരക്കാണ് അവിടെ. അടിപൊളിയായിട്ടൊരു ലേഡി ഓടിക്കുന്നതാണ്. നല്ല സൂപ്പറായിട്ട് ഓടിക്കുന്നത്. നോർമലായിട്ട് അറിഞ്ഞ് കയറി പോകുന്നുണ്ടോ. അങ്ങനെ നമ്മൾ ആ റോട്ടറി ക്ലബിൻ്റെ അവിടെ എത്തി. അവിടെ വണ്ടികളെല്ലാം റാലി കഴിഞ്ഞിട്ട് അവർ തിരിച്ച് കയറ്റിയിടുവാണ്. എന്താ രസമല്ലേ, അടിപൊളിയായിട്ടുണ്ടല്ലേ. ക്രോം ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഒറിജിനൽ ടൈപ്പാണ് വന്നിരിക്കുന്നത്. ഗിയർ കണ്ടോ നിങ്ങൾക്ക്? കുഞ്ഞൊരു ലിവറാണ്. ഒരു ഹാൻഡ് ബ്രേക്ക്. സീറ്റൊക്കെ ഉണ്ടോ? നല്ല പ്രീമിയം ലുക്കിലാണ്. നല്ല ഫിനിഷിങ്, ക്രോം ഫിനിഷിങ് നല്ല അടിപൊളിയാണ്. ബീറ്റൽ ഇത് 1960 മോഡലാണിത്. നമ്മുടെ ഒരു സൈഡിലൊരു ചെറിയ ലോക്കുണ്ട്. അത് നമ്മൾ ഫ്രണ്ടിലോട്ട് മാറ്റിയിട്ട് വേണം ബാക്കിലോട്ട് ആൾക്കാർ കയറാൻ. ഇത് 2 ഡോർ വണ്ടിയാണ്. മൊത്തത്തിൽ 4 പേർക്ക് നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാം. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഉണ്ട്, നല്ല പ്രീമിയമായിട്ടാണ് അവർ കൊടുത്തേക്കുന്നത്, പ്രീമിയം പോലെ. എൻ്റെ കീ വന്നിട്ടുണ്ട്, സൈഡിലാണ് കീ വരുന്നത്. ബ്രേക്ക് പാഡിങ്ങും ആക്സിലേറ്ററും നിങ്ങൾക്ക് കാണാം ഇവിടെ. അടിപൊളി സ്റ്റിയറിംഗ് ആണ് പണ്ടത്തെ കാലത്തെ. ഇതേപോലെ കറക്കി ഇടണം നമ്മുടെ ഇതൊക്കെ, ഗ്ലാസ്സൊക്കെ. പിന്നെ ബാക്കിലെ എൻജിൻ വന്നിട്ട് 36 bhp ആണ്. 3700 RPM, 1.2 ലിറ്റർ എൻജിനാണ് വരുന്നത്. ഗിയർ 4 ഗിയറാണ് വരുന്നത്. റിയർ ബാക്കിലാണ് നമ്മുടെ എൻജിനെല്ലാം വരുന്നത്. ഫ്രണ്ടിൽ വലിയൊരു ബൂട്ട് സ്പേസ് വന്നിട്ടുണ്ട്. അത് ലോക്ക് കാരണം അത് കാണാൻ പറ്റില്ല.
ഫ്രണ്ടിൽ കണ്ട നല്ല ഫിനിഷിംഗ് ആണ്, സ്റ്റീൽ. എന്തായാലും ഇത് യൂസ് ചെയ്യുന്നവർ അതേപോലെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് കാണാൻ നല്ല അടിപൊളിയായിട്ട് ക്രോം ഫിനിഷിങ് വന്നിരിക്കുന്നത്. വണ്ടിയുടെ വെയിറ്റ് 725 കിലോ ആണ്. സൈഡ് ടയർ സ്റ്റീൽ പ്ലേറ്റൊക്കെ അടിപൊളിയാണ്. ഇതൊരു ഗ്രീൻ ബീറ്റിലാണ്. നല്ല ലുക്കാണ് അല്ലേ, രണ്ട് സൈഡിൽ നോക്കിയാൽ. അവിടെ തന്നെ നിൽക്കുമ്പം തന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് വിൽക്കാനാണോ. ഇതിൻ്റെ പാർട്സ് വരുന്നത് തായ്ലാൻഡിൽ നിന്നാണ്. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ ഇതിപ്പോൾ അവിടെ നിന്ന് വരണം പാർട്സൊക്കെ വരണമെങ്കിൽ. ഇവിടെ ഒരു മെക്കാനിക്ക് നല്ല ഇതിനു വേണ്ടി ചെയ്യുന്ന മെക്കാനിക്കുകളുണ്ട്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഗൂർഖ എടുത്ത് അവിടെ വെച്ചു. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ല് ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഇനിയും ഞാൻ വേറെ വീഡിയോയുമായിട്ട് അടുത്ത വ്യാഴാഴ്ച 5 മണിക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.